നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ വാഴ്ത്തുമേ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി പിന്നെ ഞങ്ങളെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്ന കർത്താവേ, വിവിധ ഭവനങ്ങളിലും ദേശങ്ങളായി ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവ് വിശേഷാൽ ഈ സ്ഥാനത്തേക്ക് കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിപ്പാനും കൊണ്ട് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നല്ല അവസരമായി നന്ദിയോടെ അങ്ങ് വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ, കർത്താവയോടും സകലത്തെയും സൃഷ്ടിച്ച്, ഓ ഗ്ലോറി, അവിടുത്തെ വാക്കിനാൽ സകലത്തെയും സൃഷ്ടിച്ച് സകലത്തെയും പരിപാലിച്ച്, ഓ ഗ്ലോറി, സകലത്തെയും നിയന്ത്രിക്കുക ദൈവമായിരിക്കാം നന്ദിയോടെ സ്തുതിക്കുന്നു. എന്നാൽ ഞങ്ങളെ അവിടുത്തെ സാദൃശ്യപ്രകാരം സ്വരൂപപ്രകാരം സൃഷ്ടിച്ച് കർത്താവ് ഞങ്ങളെ ഭൂമിയിലാക്കി വെച്ചല്ലോ. ഗ്ലോറി, ഹല്ലേലൂയ. കാലകാലങ്ങൾ കർത്താവ്, ഓ പ്രൈസ് ദി ലോർഡ്, അവിടെ ഞങ്ങളെ വീണ്ടെടുത്ത് അവിടുത്തെ മക്കൾ വാശമാക്കി തീർത്ഥതയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതിനുവേണ്ടി അവിടെ സ്വർഗ്ഗമഹികളെ വെടിഞ്ഞ് ഈ താണുഭൂമിയിലേക്ക് ഇറങ്ങി വന്നല്ലോ. ഓ കർത്താവ്, ഹല്ലേലൂയ. അവിടുത്തെ പ്രവർത്തിക്കൊണ്ട് അവിടുത്തെ ദൈവത്തിനെന്ന് ഗ്ലോറി ലോകത്തിന് വെളിപ്പെടുത്തി കാലൂർ ഘോഷം ഞങ്ങൾക്ക് വേണ്ടി പരമയാഗമായി തീർന്ന് അവിടുത്തെ അവസാനത്തുള്ള വ്യക്തിവരെ ഞങ്ങൾക്ക് വേണ്ടി ചിന്തി തന്ന് ഞങ്ങളെ വീണ്ടെടുത്ത് അവിടുത്തെ മകളവാശമാക്കി തീർത്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു നാഥ. ഞങ്ങളെ സാധ്യ സമർപ്പിക്കുന്നു നാഥ. വിശേഷാൽമേ അതിഥികളായി കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ഞങ്ങളോർത്ത് എല്ലാവരും ഇവിടുന്ന് ഒരുമിച്ച് അനുഗ്രഹിച്ചാട് അതോടെ അവിടുത്തെ ആത്മാവ് തന്നെ ഭരിച്ച് നടത്തേണം, മാനമാവ് തുറന്നെ എടുക്കണമെന്ന് അവിടുത്തെ പുത്രനായ ക്രിസ്തുവിന്റെ നാമത്തിൽ താഴെ പ്രാർത്ഥിക്കുന്നു. ദൈവോട് കേട്ട ഉത്തരമേളമേ. ഇന്ന് ഈ ഉച്ച കഴിഞ്ഞായ സമയം, വൈകിയ സമയത്ത് നമുക്ക് ഒരുമിച്ച് ഇവിടെ കടന്നു വരുവാനും കുഞ്ഞുങ്ങളുടെയും യൗവനക്കാരുടെയും ഇങ്ങനെ സഭയുടെയും അതുപോലെ ട്രീറ്റി കമ്മ്യൂണിക്കേഷൻ എല്ലാവരും ചേർന്ന് ദൈവനാമ മഹത്വത്തിനു വേണ്ടി വിവിധങ്ങളായ പ്രോഗ്രാമും പാട്ടും എല്ലാം ചെയ്യുവാൻ കടന്നു വന്നിരിക്കുകയാണ്. എല്ലാറ്റുമേലും ദൈവിക സാന്നിധ്യം ഉണ്ടായിരിക്കണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം ഉണ്ടായിരിക്കണം. എല്ലാവരും കൂടെയും ചിലർക്ക് എങ്കിൽ നമുക്ക് അത് ആത്മീയ വർധനയ്ക്ക് അത് ഉതകുന്നതായി തീരുവാനത്തെ കൊണ്ടൊക്കെ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടി ആയിരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. വിശേഷാൽ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആവശ്യമുള്ള എല്ലാവിധമായ സ്വർഗീയമായ കൃപയും അനുഗ്രഹവും എല്ലാവരും ചൊരിയട്ടെ. ഇന്ന് കടന്ന എല്ലാവരെയും വിശേഷാൽ ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. യാത്രയിലായിരിക്കും തക്ക സമയത്ത് കൂട്ടിക്കൊണ്ടുവരാൻ അവരെയും നമുക്ക് പ്രാർത്ഥനകൾ വഹിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. അത് നമ്മുടെ ചുറ്റും അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരട്ടെ. ആദ്യമായിട്ട് വെൽക്കം സോങ് അതിനുവേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി ക്ഷണിക്കും. അടുത്തായിട്ട് സാംസ് റീഡിങ്, സാംസ് 100 ഞാൻ വായിക്കുന്നു. 100-ാം സങ്കീർത്തനം. സർവഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ. സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവീൻ. യഹോവ തന്നെ ദൈവമെന്ന് അറിവീൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു. അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ.
അവൻ്റെ വാതിലുകൾ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളുടെ സ്തുതിയോടും കൂടെ വരുവേൻ. അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവേൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറയായും ഇരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നൽകിയ സംഗീതത്തിനായി സ്തോത്രം. ഇത് ഞങ്ങളുടെ ഉള്ളത്തിന് ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ, ഞങ്ങളുടെ ജീവിതത്തിനും ഞങ്ങളുടെ ആത്മാവിനും ഞങ്ങളുടെ എല്ലാ കർത്താവ് സാഹചര്യങ്ങൾക്കും അനുഗ്രഹമായിരിക്കാൻ, ആലോചനയായിരിക്കാൻ, വിടുതലായിരിക്കാൻ കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊണ്ട് ഈ സ്തോത്രം യേശു നാമത്തിൽ തന്നെ. 100-ാം സങ്കീർത്തനമാണ് നമ്മളോട് വായിച്ചത്. വളരെ ചെറിയ ഒരു സങ്കീർത്തനമാണെങ്കിലും ഏറ്റവും വലിയ ഒരു ആലോചന, ഒരു ഉപദേശം, അനുഗ്രഹം, സന്തോഷം, സമാധാനം ഇതിനകത്ത് ഉള്ളടക്കം ചെയ്തിരിക്കുകയാണ്. സങ്കീർത്തനക്കാരന് സകല ഭൂവാസികളെയും വിളിച്ച് ആഹ്വാനം ചെയ്യുന്ന പ്രകാരമാണ്. സകല ഭൂവാസികളുമായുള്ളൊരു യഹോവയ്ക്ക് ആർപ്പിടുവേൻ. ഒരു ലോക നേതാവിന്, ഒരു ലോക പ്രവാചകന്, ഒരു ലോക നേതാവിന് നമ്മൾ ആർപ്പിട്ടാൽ അവരുടെ സ്ഥാനം മാറിപ്പോകും, അവരുടെ സ്ഥാനം അവസാനിക്കും, അവൻ്റെ ആയുസ് നീങ്ങിപ്പോകും, അവൻ്റെ പദവികൾ മാറ്റപ്പെടും, അവൻ്റെ ആരോഗ്യം നശിക്കും. അവൻ ആർപ്പിടുമ്പോൾ ആർപ്പിടുന്നവരും അവിടെ നിരാശരാകും. എന്നാൽ സർവത്തെയും സൃഷ്ടിക്കുകയും സകലത്തെയും നിയന്ത്രിക്കുകയും സകലത്തെയും പരിപാലിക്കുകയും സകലത്തെയും അഥവാ അനുഗ്രഹിക്കുവാൻ അധികാരമുള്ളതായ, നിലനിർത്തുവാൻ അധികാരമുള്ള കർത്താവിന് ആർപ്പിട്ടാൽ, ആർപ്പിടുന്ന ആ ദൈവം സർവശക്തനാണ്. ആർപ്പിടുന്നവരും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ആകയാൽ ദൈവം സകലത്തെയും തന്നെ വാക്കിനാൽ ക്ഷമിച്ചു. എന്നാൽ നമ്മെ ദൈവം സൃഷ്ടിച്ചത് തൻ്റെ സ്വന്തം കരം കൊണ്ട് ഭൂമിയിലെ പൊടികൾ നമ്മെ സൃഷ്ടിച്ചു. തൻ്റെ സാദൃശ്യപ്രകാരം സ്വരൂപപ്രകാരം അവൻ സൃഷ്ടിച്ചു. അവൻ്റെ ജീവശ്വാസം നമ്മുടെ മൂക്കിലൂതി നാം ജീവദേഹിയായി തീർന്നു. അങ്ങനെ നാം ദൈവത്തിൻ്റെ മക്കളാണ്. ആകയാൽ നമ്മുടെ സൃഷ്ടികർത്താവും നമ്മുടെ ഉടയവനും നല്ല ഇടയനും നമ്മെ പരിപാലിക്കുന്നവനും നമ്മുടെ കർത്താവും ദൈവവും നമ്മുടെ അരുമ മണവാളനുമായ കർത്താവിന് ആർപ്പിടുന്നത് എത്ര ശ്രേഷ്ഠമാണ്, എത്ര യോഗ്യമാണ്, അത് മനോഹരമാണ്, അത് ഉചിതമാണെന്ന് ദൈവത്തോട് നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, ലോകത്തിൽ നമ്മൾ നോക്കിയാൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ ചെന്നാൽ നമ്മളൊരു റേഡിയോ വായിക്കാൻ നോക്കി നമ്മൾ ആഗ്രഹിക്കുന്നു. അതെടുത്ത് നോക്കും അതെവിടെ, മെയ്ഡ് ഇൻ USA, മെയ്ഡ് ഇൻ ദുബായ്, ഓർ മെയ്ഡ് ഇൻ ഇന്ത്യ, ഓർ മെയ്ഡ് ഇൻ ചൈന. അതെവിടെ സൃഷ്ടിച്ചു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കും. കാരണം അത് സൃഷ്ടിച്ച രാജ്യത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ അതിൻ്റെ വില കുറച്ചുകൂടെ കൂടിയിരിക്കും. അതാര് സൃഷ്ടിച്ചു, ഏത് കമ്പനി സൃഷ്ടിച്ചു, ഏത് രാജ്യത്ത് സൃഷ്ടിച്ചു നോക്കുമ്പോൾ അങ്ങനെയാണ് അതിൻ്റെ വിലയും അതിൻ്റെതായ മഹാത്മ്യവും നമ്മൾ നിശ്ചയിക്കുന്നത്. എന്നാൽ നമ്മെ സൃഷ്ടിച്ച ദൈവം സകലത്തെയും സൃഷ്ടിച്ച കർത്താവാണ്. അപ്പോൾ നാം കുറഞ്ഞ അതോ വില കുറഞ്ഞവരല്ല, നാം ഏറ്റവും വിലയുള്ളവരാണ്. കാരണം ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവേൻ. അതിൻ്റെ കാരണം അവിടെ താഴെ വായിക്കുന്നുണ്ട്, യഹോവ തന്നെ ദൈവമെന്ന് അറിവേൻ, അവൻ നമ്മെ ഉണ്ടാക്കി. ഹല്ലേലൂയ. അപ്പോൾ നമ്മെ സ്വർഗം സൃഷ്ടിച്ചതാണ്. അപ്പോൾ നാം ഏറ്റവും ഉന്നതമായ സൃഷ്ടിപ്പായിരിക്കാൽ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിപ്പാൻ, അവൻ ആർപ്പിടുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. മാത്രമല്ല, അവൻ നമ്മെ സൃഷ്ടിച്ചു, നാം അവൻ്റെ ജനമാണ്, അവൻ്റെ കൈകളിലെ ആടുകളാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് എത്ര സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിപ്പാൻ. താഴെ വായിക്കുന്ന പോലെ അവൻ്റെ വാതിലുകളുടെ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങൾ സ്തുതിയോടും കൂടെ കടന്നു വന്ന് അവനെ ആരാധിപ്പാൻ നമുക്ക് കഴിയും. ഇവിടേക്ക് നമ്മൾ ഒരു പ്രോഗ്രാം കാണുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ഇവിടെ പല പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോഴും ഉദാഹരണങ്ങളാൽ ജനത്തെ പഠിപ്പിച്ചു, ജനത്തെ ഉപദേശിച്ചു. എന്നാൽ അല്ലാതെ പലതും പറയുമ്പോൾ അവർക്ക് അവിടെ ബുദ്ധിക്ക് പലപ്പോഴും മറന്നുപോയെന്ന് വന്നേക്കാം, ഓർമ്മയിൽ നിന്നെന്ന് വരുന്നാൽ ചില ഉദാഹരണത്തോടെ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതവർക്ക് ഹൃദയത്തിൽ കൊണ്ട് മനസ്സിലാക്കി അവരുടെ ജീവിതത്തിൽ അത് കരുതിക്കൊള്ളുവാൻ കഴിയുന്നു. ദൈവം ഉദാഹരണത്തോടെ ജനത്തെ പഠിപ്പിച്ചു. അതുപോലെ നാം ഇവിടെ കുഞ്ഞുങ്ങളും യൗവനക്കാരും ഒക്കെയും പല പ്രോഗ്രാം ചെയ്യുമ്പോൾ ദൈവത്തിലുള്ള കാര്യമാണ്. അപ്പോൾ തന്നെ ആ പ്രോഗ്രാം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ദൈവം വായിക്കുന്നതോടൊപ്പം നമ്മുടെ ഉള്ളത്തിൽ അത് വളരെ ആഴത്തിലേക്ക് പതിഞ്ഞ് മറന്നു പോകാതെ കർത്താവിന് വേണ്ടി ജീവിപ്പാനായിട്ട് നമുക്കിടയാകും. ദൈവം നമ്മെ സഹായിക്കട്ടെ. അവസാന വാക്യം വായിക്കുമ്പോൾ അവൻ നല്ലവനല്ലോ, അതോ യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ നീക്കമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറയായും ഇരിക്കുന്നു. ഹല്ലേലൂയ. നാം ദൈവത്തെ സേവിച്ചാൽ അവൻ നമ്മെ അനുഗ്രഹിക്കും,
നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കും, നമ്മുടെ തലമുറയെ അനുഗ്രഹിക്കും, അടുത്ത തലമുറയെ അനുഗ്രഹിക്കും. അബ്രഹാമിൽ കൂടെ അബ്രഹാം ദൈവത്തെ അനുസരിച്ചതുകൊണ്ട് അബ്രഹാമിൻ്റെ സന്തതി നിമിത്തം ലോകത്തിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെട്ടു. ഇവിടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ പഠിക്കുന്ന എല്ലാവരോടുമുള്ളതായ ദൈവത്തിൻ്റെ ആലോചന എനിക്ക് നിങ്ങളെ അറിയിപ്പാനുള്ളതെന്ന് ചോദിച്ചാൽ, നാം ദൈവത്തെ അനുസരിച്ചാൽ നാമും നമ്മുടെ കുടുംബവും അനുഗ്രഹിക്കുക മാത്രമല്ല, നമ്മുടെ തലമുറയായി നാം അനുഗ്രഹിക്കപ്പെടും. അതിന് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനമാണ് ഈ വചനങ്ങൾ. അദ്ദേഹം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള എല്ലാ ആലോചനയും എല്ലാ പ്രോഗ്രാമും ഏറ്റവും അനുഗ്രഹമായിരിക്കാനും ദൈവനാമമഹത്വത്തിനായിരിക്കാനും കൊണ്ട് നമുക്ക് പ്രാർത്ഥനയോട് ആയിരിക്കാം. ഇപ്പോൾ അടുത്തായിട്ടൊരു സോളോ ഇതാണ്. അതിനുവേണ്ടി സിസ്റ്റർ ഗ്രേസിയെ ക്ഷണിക്കുന്നു.
അടുത്തായിട്ട് കഥാപ്രസംഗം സജി ആൻഡ് പാർട്ടി. പരമകാരുണ്യവാനായവനേ നമഃ. സകലത്തിനും സൃഷ്ടിതാവായവനേ നമഃ. ലോകരക്ഷിതാവായവനേ നമഃ. സൃഷ്ടിസ്ഥിതി സംഹാരകനേ നമഃ. ഞാൻ സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന എൻ്റെ സഭയിലെ എല്ലാ വിശ്വാസികൾക്കും ക്ഷണിക്കപ്പെട്ട എല്ലാ അതിഥികൾക്കും വിശേഷാൽ പ്രിയ പാസ്റ്റർമാർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഞാൻ ഈ IPC കർമ്മയിലെ ഒരു മെമ്പറാണ്. ഒരു കാതികനോ ഒരു കഥാപ്രസംഗക്കാരനൊന്നുമല്ല, പ്രൊഫഷണലല്ല. എങ്കിലും IPC കർമ്മലിൻ്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പാസ്റ്റർ സാം പാസ്റ്റർ എന്നോട് പറഞ്ഞ് സജി ബ്രദർ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന്. അതനുസരിച്ച് കൂടെ എനിക്കറിയാവുന്ന ഒരു കഥ നിങ്ങളുടെ മുൻപിൽ നമ്മുടെ നാടൻ കലയായ കഥാപ്രസംഗത്തിൻ്റെ രൂപത്തിൽ അവതരിപ്പിക്കുവാൻ ക്രിസ്തുവിൽ ശരണപ്പെട്ടു ആഗ്രഹിച്ചായിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന അതിനായിട്ട് ഞങ്ങളെല്ലാവരും ക്ഷണിച്ചുകൊള്ളുന്നു. എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ സഹോദരങ്ങൾ എൻ്റെ കൂടെയുണ്ട്. ആദ്യമായിട്ട് അവരെ പരിചയപ്പെടുത്താം. തബല ശ്രീ ജോൺസൺ, ഹാർമോണിയം സുനിൽ തിരുവനന്തപുരം, റിതംപാട്ട് അഭിഷേക് ദുബായ്, മെയിൽ വോയിസ് ജിജി മല്ലപ്പള്ളി, ബിനോജ് മല്ലപ്പള്ളി, ജെയിംസ് മല്ലപ്പള്ളി, ലിജോ തിരുവല്ല, അജു തിരുവല്ല, ലൂക്ക് മല്ലപ്പള്ളി. ഫീമെയിൽ വോയിസ് ജിജി മല്ലപ്പള്ളി, ബിജി സാം, ബിൻസി ജെയിംസ്. എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. തികച്ചും വ്യത്യസ്തമായ ഒരു കഥയാണ് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിലെ ന്യായാധിപന്മാരുടെ പുസ്തകം 11ാം അധ്യായത്തെ മാത്രം കേന്ദ്രീകരിച്ച് ഞങ്ങൾ തയ്യാറാക്കിയ ഒരു ചെറിയ കഥ. അതാണ് ഈ കഥാവൃത്തത്തിൻ്റെ ഇതിവൃത്തം. നിങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരുമൊത്ത് അവതരിപ്പിക്കുമ്പോൾ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്ന് ദയവായി അഭ്യർത്ഥിക്കുകയാണ്. കാതികനല്ല, കലാകാരനല്ല, ഞാൻ കേവലം IPC വിശ്വാസിയാണ്. കാതികനല്ല, കർമ്മേൽ പ്രിയരെ, നമ്മുടെ ഈ കഥ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കണം. നിറഞ്ഞ മനസ്സോടും വിതുമ്പുന്ന ചുണ്ടോടും കൂടി നിങ്ങൾ ഈ കഥ സദയം ശ്രദ്ധിക്കണമെന്ന് ഞാൻ കേണ് വീണ് താണപേക്ഷിക്കുകയാണ്. ഞങ്ങളുടെ കഥ തുടങ്ങുകയാണ്. ഞങ്ങളുടെ കഥയുടെ പേരാണ് യാഗം. മഹത്യാഗം
യഹോവയായ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഇതാ ജീവനുള്ള ഒരു യാഗം നടക്കുകയാണ്. മധ്യപൂർവ്വ ദേശത്തെ പാലും തേനും ഒഴുകുന്ന ഫലസ്തീൻ നാട്, ആ ഫലസ്തീൻ നാട്ടിലെ ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ സാദരം ക്ഷണിക്കുന്നു. പ്രകൃതി രമണീയവും സസ്യശ്യാമളവുമായ ഭൂപ്രകൃതി. അതാ നോക്കൂ, അത്ഭുത സൃഷ്ടിയുള്ള യോർദാന്റെ ജലമിത പൊട്ടിച്ചിരിച്ചുകൊണ്ട് മന്നം മന്നം താഴേക്ക് ഒഴുകുന്നു. അതാ യോർദാന്റെ കിഴക്ക് ഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന ഗിലിയാദ് പർവ്വതം. ആ ഗിലിയാദ് പർവ്വതത്തിന്റെ താഴ്വരയിലേക്ക് നോക്കൂ, പച്ച പുതച്ച പുൽമേടുകളാൽ അലങ്കൃതമായ ഭൂപ്രദേശം. ഈ മനോഹരമായ ദേശം മനശ്ശയുടെ മകൻ ശേഖേമിന്റെ മകൻ ഗിലിയാദിന്റെ പേരിനാൽ അറിയപ്പെടുന്നു. ഈ ഭൂപ്രദേശത്തെ പറ്റി വർണ്ണിക്കുകയാണെങ്കിൽ ഈ മനോഹരമായ ഭൂപ്രദേശം ഇന്ന് ഭീതിയുടെ കരുനീളാണ്. ജനങ്ങൾ അസ്വസ്ഥരാണ്. എവിടെയും പ്രാർത്ഥനയുടെയും ആരാധനയുടെയും മറവിൽ ഒളിക്കുവാൻ ജനങ്ങൾ ശ്രമിക്കുന്നു. യുദ്ധകാല അടിസ്ഥാനത്തിൽ അവശ്യ സാധനങ്ങൾ വാങ്ങുവാൻ ജനങ്ങൾ പരക്കം പായുന്നു. എന്താണ് അതിന് കാരണം? അയൽ രാജ്യമായ അമോന്യരിത ഗിലിയാദിനെതിരെ യുദ്ധത്തിനായി പാളയമിറങ്ങിയിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഗിലിയാദിന്റെ അതിപുരാതനമായ ദേവാലയത്തിൽ ഒരു യാഗം നടക്കുകയാണ്. അമോന്യരുമായുള്ള യുദ്ധത്തിൽ വിജയം വരിക്കുവാൻ യഹോവയായ ദൈവത്തിനുള്ള വഴിപാട്. ഈ വഴിപാട് കഴിക്കുന്നത് മറ്റാരുമല്ല, ഗിലിയാദിന്റെ മകനായ വീരശൂര പരാക്രമിയായ യിഫ്താഹ്. ഈ യിഫ്താഹ് ആരെന്നും അവന്റെ പശ്ചാത്തലം എന്തെന്നും നമുക്ക് നോക്കാം. യിഫ്താഹ് ഗിലിയാദിന്റെ മകനായിരുന്നെങ്കിലും അവനൊരു കുറവുണ്ടായിരുന്നു. പല ആളുകൾക്കും അങ്ങനെയാണല്ലോ. വലിയ സ്ഥാനമാനങ്ങളൊക്കെ കാണും, പദവികൾ കാണും, പക്ഷേ എന്തെങ്കിലും ഒരു കുറവ് കാണും. അത് മതിയല്ലോ അവന്റെ പത്തി താഴ്ത്തുവാൻ. അതുകൊണ്ടാണ് നമ്മുടെ പഴയ കുഞ്ചൻ നമ്പ്യാർ ഇപ്പോഴാണ് പാടിയത്, ലക്ഷം മനുഷ്യർ കൂടുമ്പോൾ അതിൽ ലക്ഷണമൊത്തവർ ഒന്നോ രണ്ടോ, ലക്ഷം മനുഷ്യർ കൂടുമ്പോൾ അത് 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 ലക്ഷണമൊത്തവർ ഒന്നോ രണ്ടോ. എന്നാൽ നമ്മുടെ യിഫ്താഹിന്റെ കുറ്റം ഇതൊന്നും ആയിരുന്നില്ല. യിഫ്താഹ് സുന്ദരനും പണ്ഡിതനുമായിരുന്നു, സൗമ്യനും വില്ലാളി വീരനുമായിരുന്നു. സകല അസ്ത്രശസ്ത്ര വിദ്യകളിലും അവൻ അതിനിപുണനായിരുന്നു. മാത്രമല്ല അവൻ തികഞ്ഞ ഒരു ദൈവവിശ്വാസി കൂടിയായിരുന്നു. ദൈവം അവന്റെ സങ്കേതവും കോട്ടയുമായിരുന്നു. ആ യിഫ്താഹിനെ പറ്റി വർണ്ണിക്കുകയാണെങ്കിൽ, സുന്ദര കലവരൻ സുകുമാരൻ ആനന്ദദായകൻ സൗമ്യൻ, സുന്ദര കലവരൻ സുകുമാരൻ ആനന്ദദായകൻ സൗമ്യൻ, സകല കലാ വല്ലഭൻ സർവഭൗമൻ ഗിലിയാദിൻ തിലകക്കുറി ഭക്തമനുജൻ, സകല കലാ വല്ലഭൻ സർവഭൗമൻ ഗിലിയാദിൻ തിലകക്കുറി ഭക്തമനുജൻ. യിഫ്താഹിന്റെ പ്രാർത്ഥനകൾ യാഗങ്ങളായി മാറി. അവന്റെ യാഗങ്ങൾ ദൈവ സമ്പർക്കത്തിന്റെ ആശാവേദികളായി ഉയർന്നു. യിഫ്താഹ് പരാക്രമശാലിയായിരുന്നെങ്കിലും അവനൊരു വേശ്യാപുത്രനായിരുന്നു. അതായിരുന്നു അവന്റെ കുറവ്. പക്ഷേ അവൻ ദൈവത്തെ സ്നേഹിച്ചതിനാൽ ദൈവം അവനെ സ്നേഹിച്ചു. ദൈവം കൂടെയുണ്ടെങ്കിൽ ആരെയാണ് ഭയപ്പെടേണ്ടത്? ദൈവം കൂടെയുണ്ടെങ്കിൽ